അല്ല, ഇത് പശു. ഗീർ, ഗുജറാത്തിൽ കാണുന്ന ഗീർ ഇനം. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പശുക്കള് ധാരാളം ഉണ്ട്. ഗീർ ഒരു പ്രത്യേക രീതിയിൽ. അതെ. മാത്രമല്ല മുഖത്തിന് വ്യത്യാസമുണ്ട് അല്ലേ. ഗുജറാത്ത് സ്റ്റേറ്റ് ഹൈവേ 160-ലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ. ഇപ്പൊ നാഷണൽ ഹൈവേന്ന് ഇറങ്ങി ഇപ്പൊ സ്റ്റേറ്റ് ഹൈവേയിൽ കയറി. സൈഡിലൊക്കെ നല്ല കൃഷിപ്പാടങ്ങളും ഫുൾ സെറ്റപ്പ് ഉണ്ട്. നല്ല പച്ചപ്പ് പറഞ്ഞിട്ട് പണ്ടത്തെ കേരളം അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ കേരളത്തിൽ ഫുള്ള് ബിൽഡിംഗ് മാത്രമല്ലേ ഉള്ളൂ. ഇന്ത്യ മുഴുവനും ഈ ഡാമിന്റെ നിർമ്മാണം ഒരു വലിയ സംഭവമായിരുന്നു. അതെല്ലാവർക്കും അറിവുണ്ടാവും. ബച്ചാവോ ആന്തോളൻ എന്നാണ് അതിന്റെ പേര്. ഈ പദ്ധതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങള് വെള്ളത്തിന്റെ അടിയിലായി പോകും. അതുപോലെ തന്നെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് മേധാ പട്കർ ഒരുപാട് പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചു. അത് വലിയൊരു സംഭവമായി മാറുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങള്. നമ്മളിപ്പോ രാജ്പിപ്പില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ പ്രതിമയുടെ അങ്ങോട്ടുള്ള വഴിയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 10-30 സംതിങ് കിലോമീറ്റർ വരുന്നുണ്ട്. പത്തില്ല, ഒരു 29 കിലോമീറ്ററോളം ഏകദേശം. ഇവിടെ പിന്നെ കൂടുതലായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് റോഡുകളാണ്. അതായത് പൊളിയലും കാര്യങ്ങളും കുറവാവാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് നമ്മുടെ അവിടുത്തെ പോലെ അല്ല കേട്ടോ. നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസിന് ഓരോ ഇത് വരുമ്പോൾ പടപ്പടപ്പടപ്പ് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാവൂലേ. ഇവിടെ അതൊന്നുമില്ല, ഫുൾ സെറ്റാണ്. ഒരു വാഴത്തോട്ടാണ് ഈ കാണുന്നത്. ഇത് അടിക്കണ്ടേ, ഇത് തുള്ളി നന സെറ്റപ്പിലാണ് ഈ സംഭവം സെറ്റാക്കിയിട്ടുള്ളത്. ആണല്ലേ, അടിച്ച് ആ കിട്ടണ്ടേ. ഇതാണ്ടോ കിട്ടണ്ടേ. എനിക്കിപ്പോ കിട്ടി ഇവിടെ. ഇത് എർത്ത് കമ്പി ഉണ്ടോ, എർത്ത് കമ്പി വന്നിട്ടിട്ട് കിട്ടിപ്പോ. ഇവിടുത്തെ കാർഷിക മേഖല വളരെയധികം പുരോഗതി കൈവരിച്ചു കഴിഞ്ഞു. കണ്ടോ, വെള്ളത്തിന് എങ്ങനെ ഉപയോഗിക്കാം, പാഴാക്കാതെ ഉപയോഗിക്കുക എന്നുള്ളത് അവർ പഠിച്ചു. നല്ല മാക്സിമം റിസൾട്ടും കിട്ടും ഈ ഒരു രീതിയിൽ കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ. ആണല്ലേ, ഇത്രയും വലിയൊരു കൃഷിസ്ഥലമാണ് ഈ കാണുന്നത്. നമ്മുടെ പ്രതിമത കാണു കേട്ടോ, സർദാർ വല്ലഭായ് പട്ടേൽ ഒരു വിദൂരതയിലേക്ക് നോക്കി നിൽക്കാനാണ്. ഇത്ര ദൂരം ഇപ്പോൾ വന്നിട്ട് ഈ വണ്ടികളുടെയൊക്കെ ഇടയിൽ നിന്ന് ഇതാ ഒരു കേരള വണ്ടി കണ്ടു. ഇത്രയും ദൂരം വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു കേരള വണ്ടി കാണുമ്പോഴുള്ള വൈബുണ്ടല്ലോ, അത് വേറെയാണ്, ഒരു രക്ഷയില്ലാത്ത സംഭവം. നമ്മളിത് ആദ്യം വണ്ടി കൊണ്ട് പോകാൻ വേണ്ടി നോക്കിയിട്ടോ. പക്ഷെ അവിടെ നിന്ന് തോക്കൊക്കെ എടുത്ത് വന്നിട്ട് മറ്റാൾക്കാർ നമ്മളെ നാട്ടിയെടുത്തു. പറ്റൂലായിരുന്നു. ഞങ്ങളിനിപ്പോൾ ബോട്ടിന് പോകണോ ബസ്സിന് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും പോയോ അവിടെ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഓട്ടോ എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് 100 രൂപ. അതിൽ 3 പേരെ തന്നെ അവർ കൊണ്ടുപോകുള്ളൂ. ഞങ്ങൾ 4 പേരുണ്ടല്ലോ. അപ്പോൾ ബസ്സാണെങ്കിൽ ഫ്രീ ടിക്കറ്റ് അല്ലേ മാഷേ പറഞ്ഞത്? ബസ് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോയിട്ട് ക്യൂ നിൽക്കട്ടെ. ഇതാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കേട്ടോ. ഇവിടെ നിന്നാണ് ടിക്കറ്റ്
എടുക്കേണ്ടത്. ഇവിടെ ക്യാഷായിട്ട് പേയ്മെൻറ്റ് സ്വീകരിക്കില്ല, ഫുള്ള് കാർഡാണ്. പക്ഷെ ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഉള്ളിൽ കയറാനുള്ളത്. ഒരാൾക്ക് എത്ര മാസം ചാർജ് വരുന്നത്? ഒരാൾക്ക് മുകളിൽ വരെ പോകാൻ ഒരാൾക്ക് വന്നിട്ടുള്ളത് അഡൾട്ടെന്ന് മാത്രമാണ് ഇതിലുള്ളത്. മൊത്തം ടിക്കറ്റ് നമുക്ക് വന്നത് 1520 4 പേർക്ക് 1520 രൂപയാണ് ചാർജ് വന്നിട്ടുള്ളത്. അപ്പോൾ 380 രൂപ ഒരാൾക്ക്. കുറേ വൈബ് സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇത് ഒരു പ്രാവശ്യമെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ മറ്റ് 2 രാജ്യങ്ങളിലെ സ്റ്റാച്യുകളെ പുറന്തള്ളി ഇന്ത്യ ഒന്നാമതായിട്ട് എത്തിയ ഒരു സംഭവം കൂടെയാണിത്. അപ്പോൾ അത് അല്ല പക്ഷേ ഇതൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണെന്ന് പറയും. ഇവിടെ ക്യൂ ഉണ്ട് കേട്ടോ, നല്ല ക്യൂ. ബസ്സിലാണ് നമ്മൾ പോകേണ്ടത്. ബസ്സിലാണ് ഇവിടുന്ന് കൊണ്ടുപോകണം. ബസ്സോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഓട്ടോ. ഇലക്ട്രിക് ഓട്ടോൻ്റെ കഥ 3 പേരെ കൊണ്ടുപോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് 120 വേറെയും കൊടുക്കും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫുള്ള് സെറ്റപ്പാണല്ലോ. ബോട്ടിലും ഇവിടുന്ന് കൊണ്ടുപോകും എന്നാണ് തോന്നണത്. പക്ഷെ ബോട്ടിന് കൊണ്ടുപോകുണ്ടാവും അല്ലേ? ബോട്ടിൽ കൊണ്ടുപോകേണ്ടതെന്നാണ് അവിടെ കണ്ടത്. ബോട്ട് ഡ്രോപ്പിംഗ് പോയിന്റ് നമുക്ക് അതിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ബസ് തന്നെ ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ ബോട്ടിൽ പോകണമെങ്കിൽ ഒന്നുകൂടെ ഒരു സെറ്റപ്പ് ആയിരിക്കും. അതാ ബോട്ട്, ആ പോണു കേട്ടോ. ബോട്ട് അതാ പോണു. ഈ ബോട്ടിലാണ് നമ്മളതിനെ അല്ലേ. ബോട്ടിലും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വഴികൾ കണ്ടില്ലേ ഇത്? അല്ല അപ്പുറത്ത് ഞങ്ങൾ ഇതിലൊക്കെ പോയതാണ് കേട്ടോ. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാള് പോലീസുകാർ നമ്മളതിനെ അവിടെ നിന്ന് തിരിച്ചു വിട്ടു. പോലീസ് അല്ലല്ലോ, BSF ആയിരിക്കില്ലേ? BSF, CRPF BSF ഏതോ ഒന്നാണ്. അപ്പോൾ അവർ നമ്മളതിനെ അവിടെ നിന്ന് തിരിച്ചയച്ചു. ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങളെ തിരിച്ചു വിട്ടത്. ഇവിടെ നിൽക്കുന്നുണ്ട് 2 ചേട്ടന്മാർ. ബോട്ട് ഭയങ്കര സ്ലോ ആണ് കേട്ടോ, ഭയങ്കര സ്ലോ. ഇപ്പോട്ട് എത്തിയുള്ളൂ. അതൊക്കെ തന്നെ എത്തണ്ടാവും. ആ തല വരെ എത്തണ്ടല്ലേ? 5-7 കിലോമീറ്റർ ഉണ്ടല്ലേ? സർദാറിന്റെ പ്രതിമയുടെ ഒരു ചെറിയ വ്യൂ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്.
കൊണ്ടുപോകാൻ വോൾവോ ബസ്സുകളാണ് കേട്ടോ അവരോട് ഇട്ടിട്ടുള്ളത്. പക്ഷേ അതിന് നമുക്ക് എക്സ്ട്രാ ചാർജൊന്നുമില്ല ബസ്സിലാവുമ്പോൾ. ബാക്കിയുള്ള 2 മാർഗം ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് വരുന്നുണ്ട്. എമൗണ്ടിൻ്റെ അല്ല, ഞങ്ങൾ 4 പേരാകൊണ്ടാണ് ഓട്ടോ വിളിക്കാതെ പോകുന്നത്. ബസ്സിന് ക്യൂ നിന്നിട്ടൊക്കെ വേണം കയറാൻ. കേട്ടോ നമ്മളിപ്പോൾ സ്റ്റാച്യുവിൻ്റെ ഏറെക്കുറെ അടുത്തെത്തി. സ്റ്റാച്യുവിന്റെ മൊത്തം ഉയരം എന്ന് പറയുന്നത് 240, അതായത് ബേസ് മുതൽ എൻഡ് വരെ, ഹെഡ് വരെ. എന്നാൽ പ്രതിമയുടെ മാത്രം ഉയരം, അതായത് പ്രതിമയുടെ 182 മീറ്റർ ആണ്. 182 മീറ്റർ. ശരിയൊരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മൊബൈൽ ടവറുകൾ ഉണ്ടല്ലോ, മൊബൈൽ ടവറുകളുടെ ഒരു ശരാശരി ഉയരം എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. അപ്പോൾ ഒരു 5 മൊബൈൽ ടവറിന്റെ ഉയരം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അതല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിരുന്നു ഏറ്റവും വലിയ പ്രതിമ അമേരിക്കയിലുള്ളത്. അതിന്റെ ഉയരം 92 മീറ്റർ ആണ്. അതിന്റെ നേരെ ഇരട്ടി എന്ന് തന്നെ പറയാം. അതിനുശേഷം ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിളിൽ ബുദ്ധന്റെ പ്രതിമ ഉണ്ടായിരുന്നു. ആ ബുദ്ധന്റെ പ്രതിമയുടെ ഉയരം 128 മീറ്റർ ആയിരുന്നു. ആ പ്രതിമയുടെ ഉയരത്തേക്കാൾ കൂടുതൽ ഉയരത്തിൽ 182 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രതിമ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് തന്നെ ലോകത്തിൽ നിലവിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രതിമയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം കൂടെ, സർദാർ വല്ലഭായ് പട്ടേൽ ആരായിരുന്നു ശരി? സർദാർ വല്ലഭായ് പട്ടേൽ എല്ലാവർക്കും അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഒരു മനുഷ്യനെന്നാണ്. ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്, സർദാർ വല്ലഭായ് പട്ടേൽ. പക്ഷേ അവിടെ ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പുള്ളിയുടെ? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ മുഴുവനും ഉണ്ടായിരുന്നത്. ആ നാട്ടുരാജ്യങ്ങളെ മുഴുവനും സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എന്ന ഒരൊറ്റ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാജാക്കന്മാരോടും സംസാരിച്ച് അതിൻ്റെ ഒരു പാതയിലേക്ക് കൊണ്ടുവന്ന ഒരു ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതിന് ഏകത യൂണിറ്റി എന്നാണല്ലോ പറയുന്നത്, ഐക്യം. അതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ ഐക്യത്തിന് അങ്ങനെ ഒരു നിലപാടെടുത്ത ആൾ, അല്ലെങ്കിൽ സഹായകരമായ നിലപാടെടുത്ത ആൾ എന്ന നിലയിൽ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ആ ഒരു പേര് ഇവിടെ കൊടുത്തത്. ആരാ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എൻട്രൻസ് ആണ്, എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് വെയിലുള്ളാതെ നടക്കാനുള്ള വഴി. നമുക്ക് കുറച്ച് വെയിൽ കൊണ്ടിട്ട് പോവാം, അപ്പോളെ ഒന്ന് നല്ലൊരു വ്യൂ കിട്ടുമോ. അല്ലെ പിന്നെ നമ്മൾ ഇത്രയും ദൂരം വന്നതിന് കാര്യമില്ലല്ലോ. വെയിലുള്ളാതിരിക്കാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരേ അല്ലേ? കണ്ടാള് അല്ലേ? അതായത് നമ്മുടെ അമേരിക്കയിലും ചൈനയിലുമുള്ള 2 വലിയ പ്രതിമകളെ പിന്തള്ളിയിട്ടാണ് ഈ കാണുന്ന പട്ടേലിൻ്റെ പ്രതിമ ലോകത്തിലെ 1ാമത്തേതായി മാറിയത്. അപ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ്, എസ്പെഷ്യലി ചൈനയുടെ ഒരു സംഭവം. ചൈനയുടെ ആ ഒരു സ്റ്റാച്യുവിനെ പിന്തള്ളിയിട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ നമുക്ക് ഏകദേശം 100 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് നടന്ന് തുടങ്ങിയപ്പോൾ 150 മീറ്റർ ആയോ എന്നൊരു സംശയമില്ലായി. എന്തായാലും നമ്മൾ എത്താറായി. ഇവിടുന്ന് ലിഫ്റ്റിൽ കയറ്റിയിട്ട് നമ്മളെ മുകളിൽ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക്. എന്തായാലും ഞാൻ ഇതിനകത്ത് പോയിട്ട് അടുത്ത വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ
ആകാശത്തു നിന്നുള്ള വ്യൂ. ഇവിടെ ഡ്രോൺ ക്യാമറാസ് നിരോധിച്ചിട്ടുള്ള ഏരിയയാണ്. ഡ്രോൺ ക്യാമറ ഒന്നും വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അഥവാ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത് ഡ്രോൺ ഇല്ല. കാണുമ്പോൾ നമുക്കൊരു ഗ്ലോബ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒരു ഗ്ലോബല്ല. ആ വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലോബ് പോലെ നമുക്ക് തോന്നിപ്പിക്കണതാണ്. മനസ്സിലായില്ലേ? ആണല്ലേ? ഇവിടെ വാട്ടർ ഡാൻസിങ് സംഭവമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയണത്. അല്ലേ? സ്പ്രിംഗ്ലർ വെച്ചിട്ടുള്ളൊരു സംഭവമാണത്. അവരൊക്കെ അതാ നടന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി. എൻട്രി ആൻഡ് വ്യൂയിങ് ഗാലറി വിസിറ്റേഴ്സ് ആണ് ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്നും മുസ്തഫ മാഷിനെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വന്ന്, ഇലക്ട്രിക് വണ്ടി വന്നു. ഓക്കെ, ഇവിടെ എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ വഴി നമുക്ക് പോകാൻ പറ്റും. അതല്ലേ ഗൈസ്, ഇത് നമ്മൾ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നവീനിന്റെ ബ്ലോഗ് എന്തായാലും മാഷ എവിടെ? മാഷ എസ്കലേറ്റർ വഴി പോയോ? അല്ലെങ്കിൽ ലിഫ്റ്റ് കയറിയിട്ടുണ്ടോ? ആ എസ്കലേറ്റർ മാഷ എസ്കലേറ്റർ അല്ല, അതിനെന്താ പേര് പറഞ്ഞാല്? അത് എസ്കലേറ്റർ അല്ല, ട്രാവലേറ്റർ. ആ സാധനത്തിൻ്റെ അകത്ത് വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല പറഞ്ഞോണ്ടാണ് കേട്ടോ അവിടുത്തെ വീഡിയോ നമ്മൾ ഇടാത്തത്. ഗാലറി ഫുള്ളി എയർ കണ്ടീഷനാണ് കേട്ടോ അത്. ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ കയറിയപ്പോഴേ ഒരു രക്ഷയില്ല. ഇവിടെ ഓരോന്നിനും ഓരോ ചാർജുകളുണ്ട്. ആണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഭയങ്കര സംഭവമാണ് കേട്ടോ. ആ രക്ഷയില്ല. 300 കോടിയോളം രൂപ 300 കോടിയോളം രൂപ ചെലവിട്ടിട്ടാണ് ഈ ഒരു സ്റ്റാച്ചു ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. എല്ലാ സംഭവമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഫോട്ടോ കാര്യങ്ങളാണ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം. ഓക്കെ, കണ്ടില്ലേ? ഇത് ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ കാണിച്ചു തരുന്ന സെറ്റപ്പ് അല്ലേ?
കണ്ടില്ലേ ഞങ്ങള് എലവേറ്റർ ഉണ്ട് ഇവിടെ, വ്യൂയിങ് ഗാലറി, തിയേറ്ററാണ്. ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതിൽ കൂടെ വേണം കയറി പോകാൻ അതിൻ്റെ അകത്തേക്ക്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വേറെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ക്യൂലതിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല. രണ്ട് ലിഫ്റ്റ് അല്ലേ? മൊത്തത്തിൽ 2 ലിഫ്റ്റാണുള്ളത്. ജപ്പാൻ സ്റ്റാച്യു ഓഫ് ലിബർട്ടി 4ാം സ്ഥാനത്താണ് കേട്ടോ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി വ്യൂയിങ് ഗാലറിയിലേക്കാണ് പോകുന്നത്. വ്യൂയിങ് ഗാലറി, നിർത്തിയിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ, ഉഷിക്കു ദൈവസ്തു, സ്റ്റേറ്റ് ഓഫ് ലിബർട്ടി. ഇതാണ് വ്യൂയിങ് ഗാലറി. താഴെവിടെയൊക്കെ ലൈറ്റ് കൊടുത്ത് ഫുൾ സെറ്റായിട്ടുണ്ട്. ഫുള്ളി എയർ കണ്ടീഷനിലാണ് സംഭവം. സെറ്റപ്പാണ് ഈ സംഭവം, കണ്ടല്ലേ? ഗേറ്റ് തുറന്നുകൊണ്ടവരൊക്കെ ഇവിടെ ഫോണും പിടിച്ചിട്ടിരിക്കാണ്. ഇവിടെ നിന്ന് കേട്ടോ. ഇതാണ് നമ്മള് നേരത്തെ പറഞ്ഞ ബോട്ട് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ബോട്ട് കേട്ടോ. അത് നല്ല സീനറി ആവും അല്ലേ? ഹോളിവുഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ള സ്റ്റൈലിൽ ഇവിടെ എന്താ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എഴുതിയിട്ടുണ്ട്. ഡാമിൻ്റെ ഒക്കെ വ്യൂ ഉണ്ട്. ഇതെന്താ വെച്ചാൽ ഇത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു ബാരിക്കേഡ് ഒരു സാധനം വെച്ചിട്ട്, അത് കാരണം കൊണ്ട് നമുക്കത് അങ്ങോട്ട് പോയിട്ട് എടുക്കാൻ പറ്റണില്ല. അതാണ് സംഭവം. അണ്ടർ CCTV സർവൈലൻസ് ആണ്.
ഇതല്ല റോഡ് പോണ വഴി, നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഫ്ലോറ് 56-ാമത്തെ നിലയാണ്. 135 മീറ്റർ ഉയരം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. ഇവിടെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് വ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ അവർ ഇത് വെച്ചിട്ട് അടച്ചുകൊണ്ട് നമുക്ക് വലിയൊരു ക്ലിയർ കിട്ടണില്ല. ഓക്കെ, എനിവേ ഞങ്ങളെന്തായാലും ഇറങ്ങാൻ നോക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് ലക്ഷ്യം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്ത് കിടന്നിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലം ഏതാ പക്ഷേ? അടുത്തത് മൊട്ടേര സൺ ടെമ്പിൾ, ഗുജറാത്ത്. മൊട്ടേര സൺ ടെമ്പിൾ ഗുജറാത്താണ് അടുത്ത ഡെസ്റ്റിനേഷൻ. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് മൊട്ടേര സൺ ടെമ്പിൾ. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളൊരു ഇടം പിടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇറങ്ങി കണ്ടു. കുറേ കുട്ടികൾ മുട്ടിലഞ്ഞ് കളിക്കുന്നുണ്ട്. ഈ ഡാമിൽ വെള്ളം ചാടുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ഉണ്ടാക്കിയത്. ગાંધીજીએ વલ્લભભાઈની બુદ્ધિ અને ક્ષમતાને ઝડપી ઓળખી લીધી અને વર્ષ 1918માં તરત જ તેમણે તેમના ખેડા જિલ્લામાં સત્યાગ્રહનો પ્રસાર કરવા પ્રેરિત કર્યો. ત્યારબાદ પાછળ ફરીને જોવાનો પ્રશ્ન જ ઊભો થતો નહીં. તેમણે વર્ષ 1923માં બોરસદ અને નાગપુર અને વર્ષ 1928માં બારડોલી સત્યાગ્રહની સફળતાપૂર્વક આગેવાની કરી. ત્યારબાદ તે રાષ્ટ્રીય સ્તરે વિખ્યાત બની ગયા હતા અને લોકોએ તેમને સરદાર અને નેતા કહેવાની શરૂઆત કરી. લક્ષ્ય પર કાર્યરત સરદાર પટેલે બ્રિટિશ સરકારની કર સંબંધી અન્યાયપૂર્ણ માંગોનો અહિંસક રીતે પ્રતિકાર કરવા માટે હજારો ગુજરાતી അടുത്ത തിയേറ്ററാണ്. ഇതിപ്പോൾ കഴിയും, ഇത് തുടങ്ങുമ്പോൾ. നമ്മുടെ ഇവിടുത്തെ ഡാമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. देश की सीमा के भीतर रहती है उसे जीवन दायिनी का स्वरूप देने का सपना देखा था. सरदार पटेल ने 1946 में इस नदी के आसपास की असिंचित भूमि के 75% भाग सिंचाई की सुविधा पहुंचाने और गुजरात, मध्य प्रदेश और महाराष्ट्र की ऊर्जा की कमी से जूझते इलाकों तक रोशनी पहुंचाने के लिए नर्मदा से लाभ प्राप्त करने के लिए एक बहुराज्यीय बहुउद्देशीय जल परियोजना की कल्पना की थी.
उनका लंबे समय से देखा गया सरदार सरोवर बांध का सपना विश्व में दूसरा सबसे बड़ा कंक्रीट गुरुत्वाकर्षण आधारित बांध है और नींव से सबसे निचले पत्थर से लेकर 163 मीटर की ऊंचाई वाला ये बांध भारत में तीसरा सबसे ऊंचा बांध है। इसकी नींव अप्रैल 1961 में भारत के पहले प्रधानमंत्री पंडित जवाहरलाल नेहरू द्वारा रखी गई थी और इसे सितंबर 2017 में प्रधानमंत्री श्री नरेंद्र मोदी द्वारा राष्ट्र को समर्पित किया गया था। सरदार सरोवर बांध के निर्माण और इससे लोगों को होने वाले लाभ के लिए श्री नरेंद्र मोदी की प्रतिबद्धता उस समय से है जब वो गुजरात के मुख्यमंत्री थे। उन्होंने 16 अप्रैल 2006 को सरदार सरोवर बांध की ऊंचाई के मुद्दे पर तत्कालीन केंद्रीय सरकार के निर्णय के विरुद्ध 51 घंटों का उपवास किया था। गुजरात के मुख्यमंत्री रहते हुए श्री मोदी बांध की ऊंचाई बढ़ाए जाने के पक्ष में थे, जिससे कि गुजरात और इसके पड़ोसी राज्यों के असिंचित क्षेत्र के अधिक लोगों को लाभ मिले। इस परियोजना को आखिरकार इसकी नींव रखे जाने के 60 वर्षों के बाद पूरा किया गया। इसके लिए श्री मोदी की प्रेरणा को आभार है। आज ये इंजीनियरिंग की मिसाल है जो भूगर्भीय फॉल्ट लाइनों, नदी की विभाजन धाराओं और पानी की कमी पर विजय के साथ गर्व से खड़ा है। बांध की बुनियाद के अंदर से जा रही फॉल्ट लाइन को प्लग करने के लिए 2,56,000 घन मीटर प्री-पूल्ड कंक्रीट और 53,000 टन रीइंफोर्स्ड स्टील की आवश्यकता थी। बांध के निर्माण में 68 करोड़ घन मीटर कंक्रीट का प्रयोग हुआ था, जो 2 बार धरती का चक्कर पूरा करने वाली सड़क बनाने के लिए पर्याप्त है। ഇത് കണ്ടില്ല ഗൈസ്, ഇതിങ്ങനെ ഭയങ്കര സംഭവമായിട്ട് രണ്ട് സൈഡിൽ കൂടെ നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ നമുക്ക് സെറ്റാക്കാം, അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നടന്നത് അതേപോലത്തെ വൈറ്റ് സംഭവങ്ങളാണ് കിടക്കുന്നത്. അത് വെച്ചിട്ടാണ് പോവാം. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ കണ്ടില്ലേ മുകളിലൊക്കെ ഫുള്ള് ലൈറ്റ്, മുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പാകത്തിന് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ വെച്ചിട്ടാണ് രാത്രി ഭയങ്കര ഭംഗിയായിരിക്കും. അങ്ങനെയാണ് ഇവിടെ മൊത്തത്തിൽ പറയണത്. ബട്ടൺസ് വരെ സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് സംഭവം. ഇതാണ് സംഭവം. അപ്പോൾ ഞങ്ങളിതൊക്കെ കണ്ട് കഴിഞ്ഞു, തിരിച്ചിറങ്ങുകയാണ്. ഇനി അടുത്തത് ബസ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും. എത്ര നേരം നിൽക്കേണ്ടി വരും എന്നുള്ളൊരു ഐഡിയ ഇല്ല. അടുത്തത് ഞങ്ങൾ സൂര്യക്ഷേത്രം അല്ല, പക്ഷേ അതാണ് കാണാൻ പോകുന്നത്. സൺ ടെമ്പിൾ, സൂര്യക്ഷേത്രം, അത് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനിവിടുന്ന് ഒരു 4-5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് എന്നാണ് പറയണത്. നോക്കട്ടെ, എന്തായാലും 200 ചില്ലാനും കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടുന്ന്. ഇതാണ് ഇവിടുത്തെ അടുത്ത സംഭവം, ഈ റിക്ഷ. പിന്നെ ഒരാൾക്ക് എത്ര രൂപ? 125 രൂപ അല്ലേ? ഒരാൾക്ക് 125 രൂപയാണ് പറഞ്ഞത് ചാർജ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഫുള്ള് ഡ്രൈവേഴ്സ് പറയുന്നത് ലേഡീസാണ്. അപ്പോൾ അവർക്കൊരു തൊഴിൽ മാർഗം എന്നുള്ള രീതിയിൽ ചെയ്തതാണോ എന്ന് സംശയമുണ്ട്. ഈ ടിയോ. ഓക്കെ, നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ 10-ലാണ് ബസ് ഉണ്ടാവാന്ന് പറഞ്ഞു. ഞങ്ങൾ അബദ്ധത്തിൽ അവിടെ പോയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ബസ് വരില്ല എന്ന് പറഞ്ഞു. എനിവേ ഞങ്ങളിനി ബസ്സിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ റിട്ടേൺ വണ്ടിയിൽ കയറാൻ പോവാണ്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഈ വണ്ടി. ഡ്രൈവറെ അടുത്ത് ഗിരീഷ് മാഷ് ഓടിയോ എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റായിട്ടുണ്ട്.